ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ചെന്നൈ സ്പെഷ്യലായിട്ടുള്ള ബൺ പൊറോട്ട ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് ഇത്. നമ്മുടെ പൊറോട്ടയായിട്ട് ഏകദേശം സെയിം ആണ്, പക്ഷേ ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ചിക്കൻ കറിയുടെയൊക്കെ കൂടെ പൊള്ളിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ വീശി അടിക്കുകയോ അങ്ങനത്തെ മെനക്കെട ഒന്നുമില്ല. ചപ്പാത്തി ഉണ്ടാക്കുന്നവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 കിലോയാണ് ഉണ്ടാവുക. അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് 1 മുട്ട ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാലും കൂടി ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ പൊടിയിൽ മിക്സ് ആവണ പോലെ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരുടെയും ഈ മുട്ടയും പാലും ഒക്കെ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും മാവ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആവണ വരെ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കി എടുത്താൽ മതി. അതിനുശേഷം വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും എടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇനി കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ബൗളിലാണ് കാണിക്കുന്നത്, പക്ഷേ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് ഒന്ന് അടിച്ച് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നാലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ. നമ്മൾ കുഴക്കുന്നത് എത്രത്തോളം ശരിയാവുന്നു അതിനനുസരിച്ചാണ് പൊറോട്ട റെഡി ആവുന്നത്. കൈവച്ച് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇങ്ങനെ കുഴക്കാൻ അറിയാത്തവർക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടിക്കുന്ന കല്ല് വെച്ച് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലപോലെ കുത്തിയെടുത്തിട്ട് പിന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, തൊടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ മതി. എന്നിട്ട് എല്ലാവരുടെയും ഒന്ന് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെക്കാൻ മറന്നു പോരുത്. അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കുറഞ്ഞത് വെക്കുക. അതിനുശേഷം നമുക്കിതെടുക്കാം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മാവ് നല്ല മയപ്പിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കി എടുക്കുക. ഇതേപോലെ വേണം നമ്മൾ ബോളാക്കി എടുക്കാനായിട്ട്, അല്ലാതെ ചപ്പാത്തിക്ക് എടുക്കണ പോലെയല്ല. ഇതേപോലെ ഓരോ സൈഡ് പോയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ പരത്താനായിട്ട്. അപ്പോൾ അത് അറിയാത്തവരാണെങ്കിൽ മാത്രം ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ ഉരുട്ടി എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുക്കുക. സാധാരണ പൊറോട്ടയ്ക്ക് എടുക്കുന്ന അത്രയും വലുപ്പമുള്ള ഉരുള എടുക്കേണ്ട, അതിനേക്കാളും കുറച്ചും കൂടി ചെറിയ ഉരുള എടുത്താൽ മതി. കാരണം നമ്മളിത് പരത്തി എടുക്കുന്നില്ല പൊറോട്ട. അപ്പോൾ വേവാൻ കുറേ സമയം എടുക്കും, ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ. അപ്പോൾ അതേ ഞാൻ ഏകദേശം ഇത്രയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഉരുളേൻ്റെ മേലെ ഒന്ന് ഓയിൽ തടവി കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം അത് ഡ്രൈ ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് ചപ്പാത്തി പലകയിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കാം. നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെയ്താൽ മതി. എൻ്റെ കൗണ്ടർ ടോപ്പിൽ ലൈറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. കാരണം നമുക്കിത് ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല തിന്നായിട്ട് നമുക്ക് നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ നമുക്ക് എളുപ്പം പണി കഴിയും കേട്ടോ. അപ്പോൾ എൻ്റെ ലൈറ്റിൻ്റെ പ്രശ്നം കാരണമാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. കൗണ്ടർ ടോപ്പിനകത്തും എണ്ണ നല്ലോണം തടവി കൊടുക്കുക. എന്നാലേ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഓരോ ബോൾ വെച്ചിട്ട് ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴലിൽ വെച്ച് പരത്തുന്ന സമയത്ത് എളുപ്പമായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല തിന്നായിട്ട്, എത്രത്തോളം തിന്നാക്കി പരത്താൻ പറ്റുമോ അത്രയും തിന്നാക്കി പരത്താൻ നോക്കുക. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ അടിച്ചെടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാ സൈഡും, ചില സൈഡൊക്കെ നമുക്കിങ്ങനെ കട്ടിയായിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തിന്നാക്കി എടുക്കണം, ഇതേപോലെ സൈഡൊക്കെ പരത്തിയിട്ട്. അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് നല്ല കട്ടിയില്ലാതെ പരത്തിയെടുത്തിട്ടുണ്ട്, ഒരു പേപ്പറിൻ്റെ പരുവത്തിൽ. അപ്പോൾ ഒരു സൈഡ് ഇതേപോലെ നമുക്കിനി മടക്കി കൊടുക്കാം. ഇപ്പുറത്തെ സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒന്ന് അറ്റമൊക്കെ ഒന്ന് വലിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ വലിക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ എടുത്തിട്ട് ഒരു 2 അടിയങ്ങ് അടിച്ചാൽ മതി. അപ്പോൾ അതങ്ങ് നീണ്ടു വരും. 2 സൈഡും ഒരു 2-3 അടിയങ്ങ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നീണ്ടു വരും. നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കാൻ ബുദ്ധിമുട്ടാണ് കൈ വെച്ച് വലിച്ചാൽ മതി. അടിക്കാനാണ് പക്ഷേ കുറച്ചുകൂടി എളുപ്പം. കാരണം ആ ഒരു നീളം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമുക്ക് കുറേ ചുരുട്ടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ പിന്നെ ചുരുട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഭാഗം അടിയിലോട്ട് നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കൈ വെച്ച് പരത്തണം. ഒരുപാട് പരത്തണ്ട. ഇത്രയും നമ്മൾ കേരള പൊറോട്ട ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി ഇവിടെയാണ് ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് വരുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. ഇത്രയും വലിപ്പേ വേണ്ടുള്ളൂ. ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ വേവാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തിയതിന് ശേഷം എണ്ണ തടവി കൊടുക്കണം. എന്നാലേ നമുക്ക് ലെയർ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തടവിയതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് നീളത്തിൽ പരത്തിയെടുക്കണം. ഇത് നമ്മൾ വീശി അടിക്കാത്തതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സമയവും വേണ്ട നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഈ വീശി അടിക്കുക എന്ന് പറയുന്നതാണ് പൊറോട്ട ഉണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ടെൻഷനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ഈ ഒരു രീതിക്ക് നമുക്ക് കേരള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് പരത്തുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് പകരം നന്നായിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് സാധാ കേരള പൊറോട്ടയായിട്ട് കിട്ടും. അപ്പോൾ 2 സൈഡും നമുക്ക് ഇതേപോലെ ഒന്ന് നീട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചുരുട്ടിയെടുത്താൽ മതി. ഞാൻ കേരള പൊറോട്ടേൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതും വീശി അടിക്കാതെ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളത്. അത് നല്ല കുറച്ചും കൂടെ ലെയർ കിട്ടുന്ന ഒരു പൊറോട്ടയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യും. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ പൊറോട്ട ഇഷ്ടമുള്ളവർ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതേ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതേ ഞാൻ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പമേ വേണ്ടുള്ളൂ കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയും വലിപ്പത്തിലുള്ള ഉരുള എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഏതിലാണോ ചുട്ടെടുക്കുന്നത് അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് ചുടാനായിട്ട് കുറച്ചധികം ഓയിൽ എടുക്കുന്നുണ്ട്. പൊറോട്ട ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറച്ചോളൂ, കുഴപ്പമില്ല. ഇനി അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പൊറോട്ട വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ എണ്ണം ഒരുമിച്ച് ചുട്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് മെനക്കേട് ഉണ്ടാവില്ല ചുടുന്ന സമയത്ത്. ഇത് നമ്മൾ ചുടുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. അത് കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും നല്ല കളർ ആവണ വരെ തിരിച്ചും മറച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, വേവിച്ചെടുക്കണം. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കട്ടിക്കനുസരിച്ച് നിങ്ങൾ അഥവാ നല്ല കട്ടിയിൽ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ ഇത് ഒരു സൈഡ് ഏകദേശം ഒന്ന് കളറൊക്കെ ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഒരു സൈഡ് നല്ല കളറായിട്ടുണ്ട്. ഈ കളറാണ് നമുക്ക് 2 സൈഡും വേണ്ടത്. അപ്പോൾ ഇനി മറ്റേ സൈഡും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ പൊറോട്ടേൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ആ രൂപത്തിലും ഭാവത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്തും ചുട്ടെടുക്കാം. അപ്പോൾ ചുടുന്നതിന് മുമ്പായിട്ട് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് പൊറോട്ട ഒന്ന് അടിച്ചെടുക്കാനാണ്. പൊറോട്ട അടിക്കണം നിർബന്ധമില്ല. ഇതേപോലെ 1-2 വെച്ച് ജസ്റ്റ് ഒന്ന് 2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ലെയറൊക്കെ ഒന്ന് വിട്ട് വരും. കാരണം കുറച്ച് കട്ടിയുള്ള ലെയറാണ് ഉണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് ഇളകി വരുള്ളൂ. ഇനി നമുക്കിത് എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കാം. ഞാനിവിടെ കടായി ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കടായി ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കടായി ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും പറയാം. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിട്ടുക്കൻ വീഡിയോ ആയിട്ട് നാളെ 3 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.